ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉഴുന്നുവടയും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ചമ്മന്തിയും കൂടിയാണ്. അപ്പം നമുക്ക് ആദ്യം ഉഴുന്നരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു 300 ഗ്രാം ഉഴുന്ന് 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ വാരി ഇടുമ്പോൾ കിട്ടുന്ന വെള്ളം അത് മതി ഉഴുന്നരക്കാനായിട്ട്. അതിലേക്ക് ഞാൻ കുറച്ചുപ്പ്, ഒരു 1/4 ടീസ്പൂണ് താഴെയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കൊന്ന് മിക്സിയിൽ വെച്ച് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഉഴുന്ന് മുഴുവനായിട്ട് അരച്ചെടുത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എനിക്കിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ അരിഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ചതച്ചെടുത്തത് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് ഉപ്പും എരിവൊക്കെ പാകത്തിനുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പം അതിന് മുന്നേ കൈ ഒന്ന് നനച്ച് കൊടുക്കണം. കുറച്ച് വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ഉരുളായിട്ട് എടുക്കാം. നമ്മുടെ ഈ 4 വിരലിൻ്റെ അറ്റത്ത് ഈ ആ മാവിനെ കൊണ്ടുവന്നിട്ട് നടുവിരലിൻ്റെ ഭാഗത്ത് വന്നിട്ട് തള്ളവിരലും കൊണ്ട് ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്കിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നനച്ചാലാണ് അങ്ങനെ വിട്ടിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടിട്ടില്ല. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് 4 വിരലിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് ഈ നടുവിരലിൽ തള്ളവിരലും കൊണ്ടൊരു ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ അതെ 4 വിരലിൻ്റെ അറ്റത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് നടുവിരലിൽ തള്ളവിരലും കൊണ്ടൊരു ഹോളിട്ട് കൊടുക്കാം. അതെ കണ്ടോ. എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യം കൈ നനച്ചു കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുറവ് വന്നിട്ടില്ല. നമ്മുടെ ഉഴുന്നോട് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ ചുമന്ന കളർ ഇത് വരും. അപ്പോഴാണിത് മൊരിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വടക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഈ ടീസ്പൂണിൽ, ഈ വലിപ്പമുള്ള സ്പൂണിൽ 4 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 3 ചെറിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരയ്ക്കാനായിട്ട് ഈ സ്പൂണിൽ തന്നെ ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. പോരെങ്കിൽ പിന്നീട് അത് ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നല്ല ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ ഒന്നും അരയണ്ട, ചെറുതായിട്ടൊന്നും അങ്ങനെ അരിഞ്ഞിട്ട് തേങ്ങയുടെ ഒരു ചെറിയൊരിത് ഇതിൽ ഉണ്ടാവും അരഞ്ഞു വരുമ്പോൾ. ഞാനിതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ആകെ 4 സ്പൂൺ വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുത്തത്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഞാൻ തീ കുറച്ച് കൊടുത്തിട്ട് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ച ചമ്മന്തിയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്.
അതിലേക്ക് ഞാൻ അരച്ച് വെച്ച് ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അരപ്പ് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അധികം വേണ്ട, ഒരു അത്യാവശ്യം കട്ടിയുള്ള ചമ്മന്തി ആയിട്ട് ഉണ്ടാ. ഇത്രയും ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ചമ്മന്തി അരച്ചപ്പോൾ ചേർത്ത് കൊടുത്തതല്ല, ഒന്ന് നോക്കാം. അല്പം ഉപ്പ് കൂടി വേണം. ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചമ്മന്തി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ചമ്മന്തി റെഡിയായി. ചമ്മന്തി ഞാനൊരു പാത്രത്തിലേക്ക് പകർത്താൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉഴുന്നുവടയും അതിനുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് നല്ല ക്രിസ്പിയുമാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.